കഴക്കൂട്ടം LDF സ്ഥാനാർത്ഥിയായ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം പ്രചാരണത്തിന്റെ തിരക്കിലാണ്. അതിനിടയിലാണ് അല്പസമയം നമ്മൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. എന്തായാലും പ്രചാരണ പരിപാടികളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഇന്നിപ്പോൾ പര്യടന പരിപാടി ഈ കാപാലീശ്വരം ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിക്കുകയാണ്. ഇനിയിപ്പോൾ 5-ാം തീയതി വരെ തുടർച്ചയായിട്ട് രാവിലെ മുതൽ രാത്രി വരെ ഈ പര്യടന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള സുഗന്ധ സമ്മേളനം, ആളുകളോട് സംസാരിക്കുക, വോട്ടഭ്യർത്ഥിക്കുക. ആ നിലയിൽ ഇനിയിപ്പോൾ 6-7 ദിവസക്കാലം അങ്ങനെയായിരിക്കും വരിക. ഇതുവരെ നല്ല നിലയിൽ ആളുകളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. സമീപ ദിവസങ്ങളിലാണ് ക്ഷേത്രോത്സവങ്ങളെല്ലാം നടന്നത്. അപ്പോൾ അവിടെ ധാരാളം പേരെ കാണാൻ പറ്റി, അവരോട് വോട്ട് ചോദിച്ചു. എല്ലാം നല്ല പോസിറ്റീവായിട്ടാണ് പോകുന്നത്. UDF സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദിന്റെ പ്രചാരണത്തിൽ ഒരു കാപ്പ കേസിലെ പ്രതി, 40ഓളം കേസിലെ പ്രതിയായ പഞ്ചായത്ത് ഉണ്ണി എന്ന് പറഞ്ഞൊരാൾ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ സഹിതം ഉള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്താണ് ഇക്കാര്യത്തിൽ അഭിപ്രായം? ഞാനും ചില മാധ്യമങ്ങളിൽ നിന്നാണ് ആ വാർത്ത കേട്ടത്. നമ്മളത്തരം ആളുകളെ ഒഴിവാക്കി നിർത്തുന്നതാണ് നല്ലത്. അത്തരം ആളുകളെ കൂട്ടി നടക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള സന്ദേശമായിരിക്കും സമൂഹത്തിന് സമ്മാനിക്കുക. അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. 4 തവണയെങ്ങാനും കാപ്പ ചുമത്തിയതാണ്. 40 കേസുകളിൽ പ്രതിയാണ്. അതും നിരവധി ക്രിമിനൽ കേസുകളാണ്. എല്ലാം ക്രിമിനൽ കേസുകളായിരിക്കുമല്ലോ. സ്വാഭാവികം ഇത്തരത്തിലുള്ള ആളുകളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുക എന്നുള്ളത് വലിയൊരു മൂല്യച്യുതിയുടെ ഇതും കൂടിയല്ലേ, പ്രശ്നം കൂടിയല്ലേ? യഥാർത്ഥത്തിൽ ആ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയുമാണ് ആലോചിക്കേണ്ടത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമൂഹദ്രോഹികളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും കൂലിത്തല്ലുകാരെയും നാടിന് ഭീഷണി ഉയർത്തുന്ന ആളുകളെയും നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. അവരെ കൂട്ടിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന് സമ്മാനിക്കുന്നതായിരിക്കും. അത് കോൺഗ്രസ് ആലോചിക്കേണ്ട കാര്യമാണ്, സ്ഥാനാർത്ഥി ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് നല്ലതാണോ ഇല്ലയോ എന്നുള്ള കാര്യം. UDFന്റെയും കോൺഗ്രസിന്റെയും ഒന്നും ഭാഗത്തുനിന്ന് ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ. ഞാനത് പറയാൻ ഞാൻ പ്രാപ്തനല്ല. ഇനി അയാൾ കൂട്ടിയതാണോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ജാഗ്രത കുറവാണോ ജാഗ്രത കൂടുതലാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പിന്നെ അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾക്കൊന്നും മറുപടി പറയാനും നമുക്ക് പറ്റുകയില്ല. ആ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെല്ലാം വരുന്നത്. എന്തായാലും വളരെ വ്യക്തമാണ്. കാരണം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടികളുടെ, അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായൊന്നും ഇത്തരത്തിലുള്ള ഗുണ്ടകളെയും ഇങ്ങനത്തെ ആളുകളെയും കാപ്പ കേസിലെ പ്രതികളെയൊക്കെ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. അത് കോൺഗ്രസ് ആയിരുന്നെങ്കിലും സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും അത്തരം നിലപാടായിരുന്നു സ്വീകരിക്കേണ്ടത് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.